നമ്മുടെ നാടിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾ. എന്നാൽ സാമ്പത്തികമായി വലിയ ശേഷിയുള്ളവരൊന്നും ആയിക്കൊള്ളണമെന്നില്ല. 50ഓളം വരുന്ന കുടുംബശ്രീ അംഗങ്ങളുടെ വിമാനയാത്ര എന്ന ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം സ്ത്രീകൾ. മലപ്പുറം മുന്നിയൂർ പഞ്ചായത്ത് അംഗം NM റഫീഖാണ് സ്വന്തം ചെലവിൽ വിമാനയാത്ര ഉൾപ്പെടുന്ന വിനോദസഞ്ചാരം അല്ലെങ്കിൽ വിനോദയാത്ര ഒരുക്കിയത്. മണ്ണിൽ പണിയെടുക്കുന്ന നാടിൻ്റെ കരുത്തരായ വനിതകൾ. ഒരൊറ്റ ആഗ്രഹം മാത്രം, വിമാനത്തിലൊന്ന് കയറണം. എന്നാൽ അതിനുള്ള പണമൊന്നും കയ്യിലില്ല. പക്ഷേ പഞ്ചായത്ത് അംഗം NM റഫീഖ് ഇവരുടെ ആഗ്രഹം നിറവേറ്റാൻ തീരുമാനിച്ചു. സ്വന്തം ചിലവിൽ എല്ലാവർക്കും ബംഗളൂരുവിലേക്ക് സൗജന്യ വിനോദയാത്രയൊരുക്കി. ഒരുപാട് ആളുകൾ, പ്രായമായ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് ഈ ഫ്ലൈറ്റ് യാത്ര. അപ്പോൾ അത് ഞങ്ങൾ മെമ്പറെ സാധിച്ചു തന്നതാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയ മറക്കാനാവാത്തൊരു സ്വപ്നമാണിത്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളെ മെമ്പറാണ് എല്ലാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വപ്നമായിരുന്നു ഒരു ഫ്ലൈറ്റ് യാത്ര എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാക്കി തന്നത് മെമ്പറാണ്. സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്ത വിധം സന്തോഷം. ബംഗളൂരുവിൽ ലാൽബാഗ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, മ്യൂസിയം എന്നിങ്ങനെ എല്ലായിടത്തും പോയി അടിച്ചു പൊളിച്ച് 2ാം ദിവസം തിരികെ നാട്ടിലെത്തി. പഞ്ചായത്ത് അംഗം NM റഫീഖും കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പം പോയിരുന്നു. നമ്മുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകളെ പുറത്തുള്ളൊരു യാത്രയ്ക്ക് പ്രചോദനം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പ്രത്യേകിച്ച് ഈ പങ്കെടുക്കുന്ന 50ഓളം വരുന്ന സ്ത്രീകളിൽ അവരിൽ ഭൂരിഭാഗം ആളുകളും ഫ്ലൈറ്റ് യാത്ര എന്ന സംഗതി സ്വപ്നം കാണാത്ത ആളുകളാണ്. അവരെ ഈ സ്വപ്നം നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇത്തരം കുടുംബശ്രീ യൂണിറ്റുകളെ പ്രചോദനം നൽകുക എന്നുള്ളതും കൂടിയാണ് ഈ യാത്രയുടെ ഉദ്ദേശം. കരിപ്പൂരിൽ നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചും വിമാനത്തിൽ തന്നെയായിരുന്നു യാത്ര. അങ്ങനെ ആദ്യമായി വിമാനത്തിൽ കയറിയതിൻ്റെ സന്തോഷത്തിലാണ് ഇവരെല്ലാവരും. 24 തിരൂർ. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് ഭയങ്കര സന്തോഷമാണല്ലോ. അത് കാണാൻ നമുക്ക് നല്ല കാര്യമാണ്. കാരണം എന്താ പറയുക, ഈ കുടുംബശ്രീ വന്നതിന് ശേഷം പല സ്ത്രീകളും ഇപ്പോൾ എൻ്റെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് ചേച്ചിമാർ ഇങ്ങനെ പോകുന്നുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അറിയാം സ്വന്തം വരുമാനമാകുന്നു. അപ്പോൾ പല പ്രശ്നങ്ങൾ ഇപ്പോൾ വീട്ടിലൊക്കെ തന്നെ വേറെ വരുമാനം ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവ് മദ്യപാനം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിരുന്നവർ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്നു. കുറച്ച് പൈസ അതിൽ നിന്ന് മാറ്റി വെച്ച് അവരവരുടെ ഇഷ്ടങ്ങൾ അവർ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മാത്രമല്ല ജോലി എന്ന് പറയുന്നത് പൈസയും അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മറ്റുള്ളവരെ കാണുക, വീട്ടിനകത്ത് തന്നെ ഇരിക്കാതെ അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയുണ്ട്. സോഷ്യലൈസേഷൻ കൂടിയാണ്. നമ്മൾ അവരോട് അനുഭവങ്ങൾ ചോദിക്കാറുണ്ട്. ഈ വഴിയിലൊക്കെ വെച്ച് അവരിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വരണാകുമ്പോൾ ചിലപ്പോൾ പാട്ടൊക്കെ പാടിയിട്ടായിരിക്കും വരണം. അപ്പൊ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നു. സ്വപ്നങ്ങൾക്കൊപ്പം ഇങ്ങനെ ചിറക് വെച്ച് അവരിങ്ങനെ പറക്കണതാണ്. നല്ല രസമുണ്ട് അല്ലേ?